ക്രിസ്മസ് ക്രിസ്തുവായി ഒരുക്കിയ ഹൃദയങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ഹല്ലേലൂയ. സത്രം എന്നാൽ യാത്രാമധ്യേ വിശ്രമിക്കാനുള്ള ഒരു ഇടത്താവളമാണ്. അവിടെ അനേകർ വരുന്നു, വിശ്രമിക്കുന്നു. വിശ്രമിച്ച ശേഷം അവർ വീണ്ടും അവരുടെ യാത്ര തുടരുന്നു. വളരെ തിരക്കേറിയ സ്ഥലമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഇതുപോലെ തിരക്കേറിയതാണോ? പല പ്രശ്നങ്ങളാൽ നാം വ്യാകുലരാണോ? ക്രിസ്തുവിനേക്കാൾ നാം മറ്റെന്തിനെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? പല പാപജീവിതത്താൽ അസ്വസ്ഥമാണോ നമ്മുടെ ഹൃദയം? എന്നാൽ ക്രിസ്തു ഇങ്ങനെയുള്ള ഹൃദയങ്ങളിൽ ജനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു ഉൾക്കൂട് പോലെ ശാന്തതയും എന്നും മനുഷ്യർക്ക് നന്മകൾ നൽകുന്ന, മനുഷ്യ ജീവിതത്തെ എല്ലാറ്റിലും സഹായിക്കുന്ന കാലി തൊഴുത്തു പോലെയുള്ള ഹൃദയങ്ങളിൽ ജനിക്കാനായി ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഈ ക്രിസ്മസിൽ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ ജനിക്കാൻ തീരുമാനിച്ചാൽ നീ ഇടം നൽകുമോ? നിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ എന്ന് മീഖ പ്രവാചകന്റെ പ്രവചനം 5:2 ദൈവം തന്റെ ഏറ്റവും വലിയ സമ്മാനം കൊണ്ടുവരാൻ ബെത്ലഹേമിനെ തിരഞ്ഞെടുത്തു. ഏറ്റവും അവഗണിക്കപ്പെട്ട സ്ഥലമായിരുന്നു ബെത്ലഹേം. ഹല്ലേലൂയ. ക്രിസ്തു എളിമയും ഞാനെന്ന ഭാവവുമില്ലാത്ത ക്രിസ്തുവിനായി വാതിൽ തുറന്ന് ക്രിസ്തുവിനെ സദയം സ്വാഗതം ചെയ്യുന്ന ഹൃദയങ്ങളിൽ ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വെളിപാട് 3:20 ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഈ ക്രിസ്മസ് ഒരുക്ക ദിനങ്ങളിൽ കർത്താവ് നമ്മുടെ ഹൃദയ വാതിൽക്കൽ മുട്ടുകയാണ്. അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് അവനെ അകത്തേക്ക് സ്വാഗതം ചെയ്താൽ തീർച്ചയായും കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും, ജനിക്കും, നിശ്ചയം. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഹല്ലേലൂയ. മറിയം തന്റെ വാക്കുകളിലൂടെ തന്റെ ഹൃദയം തുറന്ന് ലോകരക്ഷകനായ ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അന്നു മുതൽ ജോസഫിന്റെയും മറിയയുടെയും ജീവിതത്തിൽ ക്രിസ്മസ് ഉടലെടുത്തു. ഹല്ലേലൂയ. മറിയത്തെ പോലെ നമ്മുടെ ഹൃദയ വാതിൽക്കൽ മുട്ടുന്ന കർത്താവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കണം. യേശയ്യ 40:3 പറയുന്നു, കർത്താവിന് വഴിയൊരുക്കുവൻ, അവന്റെ പാത നേരെയാക്കുവൻ. ഹല്ലേലൂയ. യേശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിക്കാനായി ക്രിസ്തുവിനും നമുക്കും ഇടയിലെ വഴി നേരെയാക്കി കർത്താവിനെ സ്വാഗതം ചെയ്യുവാൻ നമുക്കാകണം. ആകയാൽ പാപകരമായ ജീവിതം ഉപേക്ഷിച്ച് പാപബോധവും പശ്ചാത്താപവും നിറഞ്ഞ എളിമയുടെ ഒരു ഹൃദയം സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. നാം നമ്മുടെ വീടുകളിൽ മുഖ്യ നക്ഷത്രം, അതിന്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലും ഒരു നക്ഷത്രം ഒരുക്കുവാനും അത് പ്രകാശിക്കുവാനും അതിലൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.